തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയപ്പോൾ ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം പണം കിട്ടാനല്ല, തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകം മാത്രമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് കോഴിക്കോട് കടപ്പുറത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ എം.പിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാജ്ഞിക്ക് കോഴിക്കോട് കടപ്പുറത്ത് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ഉച്ച മുതൽ കടപ്പുറത്ത് ഒഴുകിയെത്തിയ ആയിരങ്ങൾ പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും നേർസാക്ഷിയായി. കോഴിക്കോട് കടപ്പുറത്ത് നൽകിയ സ്വീകരണ സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ മുന്നണി ഇതുവരെ ബി.ജെ.പിക്കെതിരെയുള്ള ഇന്ത്യൻ മുന്നണിയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. ഉമ്മറപ്പടിയിൽ നിന്ന് അകത്തേക്ക് പാളി നോക്കുകയാണ് അവർ ചെയ്യുന്നത്. അത്രയേ അവർക്ക് ആത്മാർത്ഥതയുള്ളൂ. കേരളത്തിന്റെ കാര്യത്തിലും അതുതന്നെയാണ് LDFന്റെ സമീപനമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യ മുന്നണിയെ വീക്കാക്കുന്ന കാര്യത്തിൽ എല്ലാവരും സ്റ്റേറ്റ് പാർട്ടികളൊക്കെ ഉണ്ട്. ഇടതു മുന്നണിയും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ മുന്നണിയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറില്ല, ഉമ്മറപ്പടിയിൽ നിന്നിങ്ങനെ പാളി നോക്കുകയാണ് അതിൻ്റെ അകത്ത് എന്താ നടക്കുന്നത്. അത്രയും കമ്മിറ്റ്മെന്റ് ഇടതു മുന്നണി ഇന്ത്യയുടെ കാര്യത്തിൽ, ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ എല്ലാവരും കൂടിച്ചേരുന്ന കാര്യത്തിൽ അവരുണ്ടായിട്ടുള്ളൂ. അത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നങ്ങളിലും അവരെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നാളെ നിയമസഭയിൽ വരാൻ പോവാണ് ചർച്ച. അതേസമയം ലോകരാജ്യങ്ങൾ സമ്പദ് വർദ്ധിപ്പിക്കാനായി പെട്രോളും സ്വർണവും കിട്ടുമോയെന്ന് അറിയാൻ ഭൂമി കുഴിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിൽ ആളുകളെ തമ്മിലടിപ്പിക്കാനായി വല്ലതും കിട്ടുമോയെന്ന് നോക്കാനാണ് കുഴിച്ചു നോക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസികളുടെയൊക്കെ അന്വേഷണത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷപ്പെട്ടത് ബി.ജെ.പിയുമായുള്ള കരാറിന്റെ ഭാഗമായാണെന്നും കെ. സുധാകരനും പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണമില്ല. സ്കൂളുകളിലും കോളേജുകളിലും ചരസും കഞ്ചാവും മയക്കുമരുന്നും ഒഴുകുകയാണ്. പരസ്യമായി വിൽപ്പന നടത്തുമ്പോൾ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കും. ഇതാണിപ്പോൾ കേരളത്തിലെ സാഹചര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയനെതിരെ ഒരു കേസും എടുക്കൂല ബി.ജെ.പിക്കെതിരെ ഒന്നും ചെയ്യില്ല പിണറായി വിജയനും. നിങ്ങൾ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല എന്ന് പറയുമ്പോൾ എത്രയോ കേസുകളുണ്ട്. SNC ലാവലിൻ കേസ് നിങ്ങൾക്കറിയാം, 38ാമത്തെ തവണയാണ് സുപ്രീം കോടതി മാറ്റിവെച്ചത്. 38 തവണ ഒരു കേസും ചരിത്രത്തിൽ ഇതുപോലൊരു കേസ് മാറ്റിവെച്ചത് ഉണ്ടായിട്ടില്ല. 38 തവണ കേസ് മാറ്റിവെച്ചു. എന്തിനാ? ആ കേസ് എടുത്താൽ അന്ന് പിണറായി ജയിലിൽ പോകും. കോൺഗ്രസിനെതിരെ CPM-ഉം ബി.ജെ.പിയും ഒരു മുന്നണിയാണെന്നും വി.ഡി. സതീശനും വ്യക്തമാക്കി. നാട് മുഴുവൻ അഴിമതി കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, ധിക്കാരം കൊണ്ട്, ധൂർത്തുകൊണ്ട്, ദാസ്യം കൊണ്ട് അധികാരത്തിലിരിക്കുന്ന ഈ പിണറായി ഭരണകൂടത്തിന് ജനങ്ങളുടെ താക്കീത് നൽകാനുള്ള അവസരം കൂടിയാക്കി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മാറ്റണം. അവർ രണ്ടുപേരും ധാരണയിലാണ് പോകുന്നത്. രണ്ടുപേരുടെയും കോമണായ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധതയാണ്. ആ കോൺഗ്രസ് വിരുദ്ധതയിൽ അവരൊരുമിച്ച് നിൽക്കുമ്പോൾ, അവരൊരുമിച്ചാണ്, ഒരു മുന്നണിയാണ്. നമുക്ക് ആ യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. സംഘപരിവാറും കേരളത്തിലെ കമ്മ്യൂണിസവും സന്ധി ചെയ്തിരിക്കുകയാണ്. അവരൊരുമിച്ചാണ് നീങ്ങുന്നത്. പക്ഷെ അവരെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയും, നമുക്കേ കഴിയുകയുള്ളൂ. സ്വാഗത സംഘം ചെയർമാൻ M.K. രാഘവൻ MP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CMP ജനറൽ സെക്രട്ടറി C.P. ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. AICC സെക്രട്ടറി വിശ്വനാഥൻ പെരുമാൾ, T. സിദ്ദിഖ് MLA, V.T. ബൽറാം, N. സുബ്രഹ്മണ്യൻ, T.U. രാധാകൃഷ്ണൻ, K. ജയന്ത്, P.M. നിയാസ്, K.C. അബു, M.A. റസാഖ്, ഉമ്മർ പാണ്ഡ്യശാല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.